ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. വചനം തരുന്ന വലിയൊരാശ്വാസം നമുക്ക് ഇന്ന് ലഭിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 104-ാം സങ്കീർത്തനം 18-ാം വാക്യം കൂടി വായിക്കാം. 104-ാം സങ്കീർത്തനം 18-ാം വാക്യം. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയിലേക്ക് നോക്കി പാഠം പഠിക്കാനാണ് കർത്താവ് പറയുന്നത്. പ്രകൃതിയിലെ ജീവികളിലേക്ക് നോക്കി പാഠം പഠിക്കുക. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ബലഹീന ജാതിയാണ്. ഉറുമ്പ് ഒരു ചെറിയ ജീവിയാണ്, ഒരു ക്ഷുദ്രജീവിയാണ്. എന്നാൽ ആ ഉറുമ്പ് അതിനറിയാം, ഒരു വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ച് വെച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് ആഹാരം കിട്ടുകയില്ല എന്ന്. മഴക്കാലത്ത് ആഹാരം ശേഖരിക്കാൻ പോകാൻ പറ്റുകയില്ല. ഉറുമ്പിന് അറിയാം, മഴക്കാലം വന്നാൽ പുറത്ത് കിടക്കാൻ ഒക്കുകയില്ല. ഉറുമ്പിൻ്റെ മാളങ്ങളിൽ ഇരിക്കുകയുള്ളൂ, അവിടെ വിശ്രമിച്ചിരിക്കുകയുള്ളൂ. പുറത്ത് കിടക്കാൻ പറ്റുകയില്ല. പുറത്ത് കിടന്നാൽ ഒലിച്ചു പോകും. അത്ര ബലഹീന ജാതിയാണ്. വായിക്കുന്നത് എങ്ങനെയാണ്? ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ബലഹീന ജാതിയാണ്, തീരെ ചെറിയ ഉറുമ്പുകൾ. അതിനറിയാമൻ ആഹാരം വേണം. ആഹാരം അതിന് മഴക്കാലത്തേക്കുള്ള ആഹാരം വേനൽക്കാലത്ത് തന്നെ സമ്പാദിച്ചു വയ്ക്കുന്നു. ഈ വേനൽക്കാലം തീരുമെന്ന് ഉറുമ്പിനറിയാം. ഈ വേനൽക്കാലം തീർന്നാൽ ആഹാരം സമ്പാദിക്കാൻ വേറെ മാർഗ്ഗമില്ലെന്ന് ഉറുമ്പിനറിയാം. ഉറുമ്പ് പാവം ബലഹീന ജാതിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കണം. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കണം. ഉറുമ്പ് അത് വേനൽക്കാലത്ത് കിട്ടുന്ന ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നത് അത് വർഷകാലത്തേക്ക് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അറിയാമോ, ഉറുമ്പിൻ മാളങ്ങളിൽ ആഹാരം സമ്പാദിച്ചു വച്ചിരിക്കുന്നത് കാണാം. ധാരാളം ഉറുമ്പുകളുണ്ട്, ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ കണ്ടു കാണും ഈ ഉറുമ്പ് വരിയായിട്ട് ആഹാരവുമായി പോകുന്നത്. ഉറുമ്പുകളെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് ആഹാരമായി പോകുന്നു. അത് വേനൽക്കാലത്തേക്ക് സംഭരിച്ചു വയ്ക്കുകയാണ്. എന്താണ് മനുഷ്യൻ പഠിക്കാനുള്ളത്? വിശേഷിച്ച് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്കറിയാമല്ലോ, നമുക്കിന്ന് കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്ന സമയമാണ്. ഇന്ന് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുന്ന സമയമാണ്. ഇന്ന് സ്വർഗം തുറന്നിരിക്കുന്ന സമയമാണ്. ഇന്ന് നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റിയ സമയമാണ്. ഇന്ന് രക്ഷയുടെ പെട്ടകത്തിൽ കിടക്കാൻ പറ്റിയ സമയമാണ്. ഇന്ന് ആർക്കും പ്രവേശിക്കാം. നോഹ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് നോഹ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നോഹ 120 വർഷം വിളിച്ചു പറഞ്ഞു. 120 വർഷം നോഹ ദൈവത്തിൻ്റെ വചനം കിട്ടി, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു, പെട്ടകം പണിതു. ദൈവം പറഞ്ഞതനുസരിച്ച് പെട്ടകം പണിതു. മഴ അതുവരെയും ലോകം കണ്ടിട്ടില്ല. അതുവരെയും മഴയെന്ന് പറയുന്ന ഒരു പ്രതിഭാസം ലോകത്തുണ്ടായിട്ടില്ല. ഭൂമി മണ്ണിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നു. ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ലോകത്ത് കർത്താവ് പറഞ്ഞു മഴ പെയ്യുമെന്ന്. നോഹ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു. വചനം വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പടിയേതാണ്? വിശ്വാസം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാൽ, വചനം കേൾക്കണം. വിശ്വാസം, അപ്പോൾ വിശ്വാസം വരും. നോഹ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു. നോഹ പെട്ടകൊരുക്കി. നമുക്കറിയാം, പെട്ടകൊരുക്കി വലിയൊരു കപ്പൽ ഒരുക്കുകയാണ്. ഈ ലോകം, ഈ ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറയുമെന്ന് നോഹയ്ക്ക് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കഴിഞ്ഞു. അതും ഒരു ഭാഗ്യമാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. വേദപുസ്തകം പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പറയുന്നത് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ്. ദൈവത്തിന് കൃപ ലഭിച്ചു. കൃപ ലഭിച്ചതുകൊണ്ട് വചനം വിശ്വസിക്കാൻ കഴിഞ്ഞു.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ആ കൃപ പ്രാപിക്കുകയാണെങ്കിൽ, അഥവാ നിങ്ങൾക്ക് കൃപ ലഭിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന വാക്കുകളെല്ലാം വിശ്വസിക്കാൻ കഴിയും. നാം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലതും സംഭവിക്കാൻ പോവുകയാണ്. അന്ന് നോഹ വിളിച്ചു പറഞ്ഞു, ഈ പെട്ടകം പണിയുന്നത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. അതിനുള്ള ആകൃതിയും അതിനുള്ള രൂപവും എല്ലാം ദൈവം കൽപ്പിച്ച് തന്ന നിയമങ്ങളാണ്. അതനുസരിച്ചാണ് ഞാൻ പെട്ടകം പണിയുന്നത്. ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു. കഷ്ടം, ഈ വൃദ്ധനായ മനുഷ്യന് എന്തോ കിറുക്ക് പിടിച്ചതാണെന്ന് വിചാരിച്ചു. നോഹ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വേഗം വന്ന് പെട്ടകത്തിൽ കയറിക്കൊള്ളൂ, ഇനിയിപ്പോൾ വാതിൽ തുറന്നിരിക്കുകയാണ്, മഴ പെയ്യും. ആളുകൾ വിശ്വസിച്ചില്ല. മഴ എന്താണെന്ന് പോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. നോഹ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല, ഇവിടെ ഈ ഭൂമിയിൽ മഴ പെയ്യും, ആകാശത്ത് നിന്ന് വെള്ളം ധാരാളമായി പെയ്തു വരും. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി ചാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പെട്ടകത്തിൽ കയറിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ആരും കയറാൻ കൂട്ടാക്കിയില്ല. പണിത് ആശാരിമാർ പോലും കയറിയില്ല. പെട്ടകം പണിത് ആശാരിമാർ, അവർ കൂലി കിട്ടുന്നുണ്ട്, അവർ പണിതു. പക്ഷേ അവരും മനസ്സിലാക്കിയില്ല ഇതൊന്നും. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് തന്നെയാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാകുന്നില്ല, അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ? വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പറയുന്നു, ഈ ഭൂമി വലിയൊരു തീച്ചുളയിലേക്ക് കത്തി എരിയാനായിട്ടിരിക്കുകയാണ്. വലിയൊരു തീച്ചുളയിലേക്ക് എറിയപ്പെടും. ഈ ഭൂമി മുഴുവൻ തീച്ചുളയിലകത്താകും. ആർക്കും പ്രവർത്തിക്കൂടാത്ത രീതിയിൽ വലിയ മഹാഭയങ്കരമായ അത്യാഹിതം സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഇപ്പോൾ കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാകുകയില്ല. പത്രോസ് പറഞ്ഞു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന്. കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. പത്രോസ്‌യുടെ ലേഖനം, 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമിയും ഈ ഭൂമിയിലുള്ള പണിപ്പാടുകളും എല്ലാം വെന്തുപോകുമെന്ന് വേദപുസ്തകം പറയുകയാണ്. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാഞ്ഞു പോകുകയില്ലെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞതാണ്. ഈ വചനം നാം വിശ്വസിക്കുമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കും, നാം ആരും നനച്ചിരിക്കാത്ത സമയത്ത് വലിയൊരു തീപ്രളയം ഉണ്ടാകും, അഗ്നിപ്രളയം. ദൈവത്തിന് സ്തോത്രം. പണ്ട് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായി, ഇനി ഒരു അഗ്നിപ്രളയം ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് മലാഖി പ്രവാചകൻ പറയുന്നത്. 4-ാം അധ്യായം 1-ാം വാക്യം. ചൂള പോലെ കത്തുന്ന ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും, വൈക്കോൽ എന്ത് തീരുന്നത് പോലെ എല്ലാം വെന്തു തീരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും. മൂലപദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? മൂലപദാർത്ഥങ്ങൾ 1 മെറ്റൽസ്, ലോഹങ്ങൾ. 2 മിനറൽസ്, ധാതുക്കൾ. 4 സോൾട്സ്, ലവണങ്ങൾ. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇന്ന് ഭൂമിയിൽ നിന്ന് കെട്ടിപ്പടുക്കുന്നതായ വലിയ നെടുകിടങ്ങൻ ഗോപുരങ്ങൾ, വലിയ മനോഹരമായ ഭവനങ്ങൾ, വലിയ കുരിശുംതൊട്ടികൾ, വലിയ പള്ളികൾ എന്ന് വേണ്ട സകലവും എല്ലാം കത്തി നശിക്കും. ഭൂമിയും അതിലുള്ള പണികൾ വെന്തു പോവുകയും ചെയ്യും. മലാഖി പ്രവാചകൻ പറയുമ്പോൾ പറയും, വേരും കൊമ്പും ശേഷിക്കാതെ അവർ ദഹിപ്പിച്ച് കളയുമെന്ന്. വേരും ശേഷിക്കുകയില്ല, കൊമ്പും ശേഷിക്കുകയില്ല, ഭൂമിയുടെ അടിയിലേക്കുള്ളത് ശേഷിക്കുകയില്ല, ഭൂമിക്ക് വേദിയുള്ളത് ശേഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇന്ന് നമുക്കിതൊന്നും മനസ്സിലാവുകയില്ല. കാരണം ഇതൊന്നും കണ്ടിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ചെറിയ തീപ്രളയം പോലെ ചിലതൊക്കെ അഗ്നിബാധയൊക്കെ ഉണ്ടായി എന്ന് കേൾക്കുന്നല്ലാതെ അതിൽ കവിഞ്ഞൊന്നും കറഞ്ഞുകൂടാ. എന്നാൽ ഈ ലോകം, ഈ ഭൂമി മുഴുവനും കൂടി കത്തുന്ന ഒരു ദിവസം വരും, എല്ലാം കത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി കത്താനായിട്ട് വെച്ചിരിക്കുകയാണ്, തീക്കായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് വേദപുസ്തകം പറയും. തീക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. മലാഖി 4:1 മുതൽ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. വരുവാനുള്ള ആ ദിവസം അവരെ വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. വേരും ശേഷിക്കുകയില്ല, കൊമ്പും ശേഷിക്കുകയില്ല. നമ്മുടെ ജീവിതകാലത്താണോ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ദൂരെയാകണമെന്നില്ല, ചിലപ്പോൾ അടുത്ത് തന്നെയായിരിക്കാം. ഒരു ദിവസം വരുമെന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, വാനഗോള നിരീക്ഷകന്മാർ പറയുന്നു, ഒരു വലിയ ചിഹ്നഗ്രഹം പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ ബഹിരാകാശത്ത് നിന്ന് ഒരു ചിഹ്നഗ്രഹം പാഞ്ഞു വരുന്നു. അത് ഔട്ടർ സ്പേസിൽ കൂടി, ഇന്നത്തെ ഈ സ്പേസിൽ കൂടിയല്ല, ഔട്ടർ സ്പേസിൽ കൂടി കടന്നു വരികയാണ്. അത് ഇപ്പോൾ വരും ദിശയിൽ വരികയാണെങ്കിൽ ഈ ഭൂമിയിലൊന്ന് പതിക്കുമെന്ന്. ഈ ഭൂമിയിലൊന്ന് പതിച്ചാൽ ഈ ഭൂമി മുഴുവൻ കത്തിപ്പോകുമെന്ന്. പിന്നെ ബാക്കി കാണുകയില്ലെന്ന്. വലിയൊരു പാറ വന്ന് ഒരു കഷ്ണം ഒരു ചെറിയ മൺകട്ടയിൽ വീണാൽ എങ്ങനെ ഇരിക്കും മൺകട്ട?
അത് ഉടഞ്ഞു പോകില്ല എന്നതുപോലെ വലിയൊരു ഛിന്നഗ്രഹം അത് പാഞ്ഞു വരുന്നുവെന്ന്, ഭൂമിയുടെ നേരെ പാഞ്ഞു വരികയാണെന്ന്, അത് ഭൂമിയിലൊന്ന് വധിച്ചാൽ പിന്നെ നാം ആരും ഉണ്ടായിരിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും പക്ഷേ വായിച്ചു കാണുമായിരിക്കും. ഇത് അതിൻ്റെ ഗതി മാറിയാൽ പക്ഷേ ഈ ഭൂമി രക്ഷപ്പെടും. എന്നാൽ ഏത് സമയത്ത് ഇതുപോലെ സംഭവിക്കാവുന്നതാണ്. ഛിന്നഗ്രഹങ്ങൾ പാഞ്ഞു വരുന്നു. ദൈവത്തിന് ഉൽക്കകൾ എന്ന് പറയും, ഉൽക്കകൾ പാഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പേടിക്കാനല്ല, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ ഭൂമി കത്തി നശിക്കും, എല്ലാം കത്തി അഴിയും. എന്നാൽ അന്ന് നമുക്ക് ഒരു സങ്കേതം വേണമെങ്കിൽ ഇന്ന് സങ്കേതത്തിനുള്ളിൽ പ്രവേശിക്കുക. അന്ന് നമുക്ക് അഭയം വേണമെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. അന്ന് അപകടത്തിൽപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ, നിത്യ അന്ധകാരത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, നിത്യയാതനയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇന്ന് ഈ കൃപയുടെ കാലത്ത് കൃപയുടെ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുക. ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുകയാണ്. കൃപ എന്താണ്? കൃപ ദൈവത്തിന് വചനം ലഭിച്ചിരിക്കുന്നു, വചനം ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഈ വിഷയം ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എനിക്ക് കർത്താവ് ചിലതെല്ലാം മനസ്സിലാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, എൻ്റെ കർത്താവേ, ഈ തലമുറയിലാണോ ഇത് സംഭവിക്കുന്നത്? ഈ തലമുറയിൽ തന്നെയാണോ ഇത് സംഭവിക്കുന്നത്? അതെല്ലാം ഞാനും കാണത്തക്കവണ്ണം ഞാൻ ദൃക്സാക്ഷിയായി തീരുമോ? കർത്താവിന് സ്തോത്രം. ഞാനിതെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സമ്പൂർണ്ണ സത്യമാണ്. ഒരു ദിവസം സംഭവിക്കും. ഒരുപക്ഷേ നാം അക്കരെ കടന്നു പോയതിന് ശേഷമായിരിക്കാം, മരണത്തിന് ശേഷമായിരിക്കാം. എന്നോ ഒരു ദിവസം ഇതെല്ലാം കത്തി അഴിയാൻ പോകുന്നു. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന് 10-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു. ആകാശം എന്ന് പറഞ്ഞാൽ ഈ മോളിൽ കാണുന്നതല്ല, ഈ അന്തരീക്ഷം മുഴുവൻ കൊടുമുഴക്കം, വലിയൊരു മുഴക്കം കേൾക്കും. കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും മിനറൽസ്, മെറ്റൽസ് ആൻഡ് സോൾട്സ് എല്ലാം കത്തി അഴിഞ്ഞു പോകും. ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഭൂമി അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ, ഇവയൊക്കെയും നശിക്കാനുള്ളതാകയാൽ ആകാശം ചുട്ടഴുവാനും ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം. വചനം പറയുകയാണ്, വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം കൃപയാൽ നമുക്ക് ഇത് വായിച്ച് കേൾക്കാൻ നമുക്ക് അവസരം തന്നു. ഇന്ന് നിങ്ങൾ കേൾക്കൂ. പ്രിയപ്പെട്ടവരെ, പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഇന്ന് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം ഈ പെട്ടകത്തിൻ്റെ വാതിൽ അടയും. നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ നോഹ അടയ്ക്കാതെ ദൈവം തമ്പുരാൻ തന്നെ വന്ന് അടച്ചു. അതിനു മുൻപ് കയറിക്കൊള്ളുവാൻ നോഹ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആളുകൾ ഗവനിച്ചില്ല. എന്നാൽ ദുഷ്ടമൃഗങ്ങൾ കയറി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചെന്നായും കുഞ്ഞാടും കയറി, പുള്ളിപ്പുലിയും ആൻപേടയും കയറി. അങ്ങ് അന്യോന്യം ഹിംസിക്കുന്ന മൃഗങ്ങൾ അവർ കയറി. ചെന്നായെ കുഞ്ഞാടിന് കടിച്ചു കീറുന്നവനാണ്, പക്ഷേ ആ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് അവിടെ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പുള്ളിപ്പുലിയോ കടുവയോ മാനിനെ വേട്ടയാടിയതിനെ കടിച്ചു കീറുന്നതാണ്, പക്ഷേ ആ മാനും ആ കടുവയും അവിടെ ഒരുമിച്ച് വസിക്കുന്നു. പെട്ടകത്തിനകത്ത് കയറിയാൽ സുഖമാണ്. അവിടെ വൈരാഗ്യമില്ല, അവിടെ വഴക്കില്ല, അവിടെ പിണക്കമില്ല, അവിടെ വൈരുദ്ധ്യമില്ല, അവിടെ വാശിയില്ല, അവിടെ കോപമില്ല. പെട്ടകത്തിനുള്ളിൽ കയറുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ പെട്ടകത്തിനുള്ളിൽ കയറാൻ? പെട്ടകത്തിൻ്റെ വാതിൽ നടുവിലത്തെ തട്ടിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പുത്രൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിത്വത്തിൻ്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് വാതിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും. സ്തോത്രം. യേശു ക്രിസ്തുവാകുന്നു വാതിൽ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സഭയല്ല വാതിൽ, തെറ്റിദ്ധരിക്കണ്ട. ഏതെങ്കിലും പുണ്യവാനല്ല വാതിൽ, ഏതെങ്കിലും പരിശുദ്ധൻ്റെ കബറിടമല്ല വാതിൽ, ഏതെങ്കിലും പരിശുദ്ധൻ്റെ കബറിടത്തിലേക്കുള്ള തീർത്ഥയാത്രയല്ല വാതിൽ. ആരും തെറ്റിദ്ധരിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വാതിൽ ഗോകുൽത്തായിൽ തുറക്കപ്പെട്ടു. അത് കർത്താവിൻ്റെ തിരുഹൃദയം മുറിഞ്ഞു. ആ തിരുഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തി ആ വാതിൽ തുറന്നു. രക്തവും നീരും പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവ് തുറന്നു. ആ ഉറവ, കർത്താവായ യേശുവിൻ്റെ ജീവി ഉറവ, അതിങ്ങനെ ഒഴുകിയെന്ന് അന്ന് ഒഴുകിയ ജീവി ഉറവ ഇന്നും ഒഴുക്ക് നിലച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ആ ഉറവയിൽ കൂടി ആർക്കും അകത്ത് കടന്നു വരാം. ആ ഉറവയുടെ തീരത്തേക്ക് ആർക്കും അടുത്തു വരാം, ആർക്കും വരാം. എത്ര മ്ലേച്ഛമായി ജീവിക്കുന്നവനും വരാം,
എത്രമാത്രം ഹീനമായി ജീവിതം നയിച്ചവനും വരാം, എത്രമാത്രം അഴുക്കായി ജീവിച്ചവൾക്കും വരാം, എത്രമാത്രം ദ്രവ്യാഗ്രഹിയായി ജീവിച്ചവനും വരാം, അഹങ്കാരിയായി ദുഷ്ടത പ്രവർത്തിച്ച് തിന്മ പ്രവർത്തിച്ച് കൊള്ളയും കൊലയും നടത്തിയവനും അവനും വരാം. ആർക്കും വരാം, അവർക്ക് പെട്ടകത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യം മാത്രം, നീ ഒന്നും ചെയ്യണ്ട, 10 പൈസയും മുടക്കണ്ട. നിനക്ക് വേണ്ടി ഈ പെട്ടകം തുറക്കുന്നു വെച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇത് നല്ല കാലമാണ്. ഇനിയൊരു ദുഷ്കാലം വരാൻ പോകുന്നു. നല്ല കാലമാണ് ഇപ്പോൾ നല്ല കാലമാണ്. ഇപ്പോൾ വചനം ലഭിക്കുന്ന കാലമാണ്. വചനം മറുപടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോ യോഗങ്ങളിലും കർത്താവ് നേരെ വന്ന് വചനം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിവിടെ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, ഞാൻ അവിടെ പോയി ഇരിക്കാം, എന്നാൽ എന്നെ നീ പറയിലാക്കിയിട്ട് നീ മുന്നിൽ വന്ന് നിന്ന് നിൻ്റെ ജനത്തോട് സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ പറയിലിരിക്കുകയാണ്. ഞാനൊരു സാധു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ മനുഷ്യനാണ്, ഒരു ബലഹീന മനുഷ്യനാണ്. എന്നാൽ എനിക്കറിയാം എൻ്റെ യേശു വന്ന് നിൽക്കുന്നു എന്ന്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്, യേശു നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനത് അനുഭവിക്കുന്നു. യേശുവിൻ്റെ തലോടിൽ ഞാൻ ഏൽക്കുന്നു. യേശു ഞാൻ കരയുമ്പോൾ കണ്ണുനീര് തുടച്ചു തരുന്നു. ഞാൻ ഏങ്ങലടിക്കുമ്പോൾ യേശു പുറം തടവി തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭാരങ്ങൾ പെട്ട് വീർപ്പ് മുട്ടുമ്പോൾ യേശുവിൻ്റെ തലമേൽ കരം വെച്ച് അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു എന്നോട് കൂടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ഭാഗ്യവാനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റേതായ കഴിവുകളില്ല, എൻ്റേതായ ഒന്നുമില്ല, യേശു പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ഈ യോഗത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കുക, നീ നിൻ്റെ കൃപ ചൊരിയുക. കർത്താവേ, എല്ലാം തിരുനാമ മഹത്വത്തിനായി മാത്രം. എന്നെ ആരും കാണണ്ട കർത്താവേ, എന്നെ ആരും അറിയണ്ട. യേശുവേ, നിന്നെ അറിഞ്ഞാൽ മതി, നിന്നെ കണ്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇതെൻ്റെ പ്രാർത്ഥനാ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. വേറൊരു ലാക്കുമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. കർത്താവ് തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുന്ന മക്കളിൽ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് കർത്താവ് ഐക്യം കൊടുക്കുന്നു. പിണങ്ങിപ്പോയ ഭാര്യയും ഭർത്താവ് ഒന്നായിത്തീരുന്നു. നല്ലതല്ലേ? ദൈവത്തിന് സ്തോത്രം. 9 കൊല്ലം പിണങ്ങിയിരുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ് നമ്മുടെ യോഗത്തിന് വന്ന് വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അവർ തമ്മിൽ യോജിച്ചപ്പോൾ താമസിക്കുന്നത്. അവർ ഇന്ന് ഐക്യമായിട്ട് ജീവിച്ചു പോരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവർ, എങ്ങനെ ഇന്ന് ഈ അത്ഭുതങ്ങൾ നടക്കും? ഇന്ന് ഐക്യം ഉണ്ടാകും, ഇന്ന് സ്നേഹം ഉണ്ടാകും. ഭാര്യയെ ബഹുമാനിക്കാൻ തുടങ്ങും. ഭാര്യയെ സ്നേഹിക്കുക മാത്രമല്ല, ബഹുമാനിക്കും. ഭാര്യ എന്നേക്കാൾ താഴെയല്ല, ഭാര്യയെ നിലത്തിട്ട് ചവിട്ടാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഭാര്യ പാർശ്വത്തിൽ നിന്നാണ് വലിച്ചെടുക്കപ്പെട്ടത്. പാർശ്വത്തിൽ നിന്ന്, ഒരു വശത്ത് നിന്നാണ്. അതുകൊണ്ട് അവളെ വശത്തോട് ചേർത്ത് നിർത്തണം. ഭാര്യയെ വശത്തോട് ചേർത്ത് നിർത്തണം. അവൾ ഒരിക്കലും ഭർത്താവിൻ്റെ തലയ്ക്ക് മീതെ കയറാൻ പാടില്ല. തലയ്ക്ക് മീതെയല്ല അവൾ നിർമ്മിക്കപ്പെട്ടത്. അവൾ പുരുഷൻ്റെ വശത്ത് നിന്നാണ് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ ഭരിക്കരുത്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ട് ഭർത്താവിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയും ചെയ്യരുത്. ചൊൽപ്പടിക്ക് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കേണ്ട എന്നല്ല, ഭർത്താവിനിട്ട് ചവിട്ടുവാനുള്ള ഒരു വേലക്കാരിയെ പോലെയല്ല, അടിമയെ പോലെ കണക്കാക്കാനുള്ളതല്ല ഭാര്യ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കുടുംബങ്ങൾ ഐക്യമായി തീരുന്നു, ഐക്യം വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അനേകം പേരുടെ രോഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. മെഡിക്കൽ സയൻസ് പറയുന്നത് 60% രോഗവും മനുഷ്യൻ്റെ ആന്തരികമായ പല ടെൻഷൻ കൊണ്ടുണ്ടാകുന്നതാണെന്ന്. ആന്തരികമായ പ്രയാസങ്ങൾ, അകത്തുള്ള ടെൻഷൻ കൊണ്ടാണ് പലർക്കും രോഗം ഉണ്ടാകുന്നതെന്ന്. ഒരു മാനസാന്തരം വന്നു കഴിഞ്ഞാൽ ആളുകളുടെ രോഗം പോലും മാറുമെന്ന്. ഇത് വൈദ്യശാസ്ത്രം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. വൈദ്യശാസ്ത്രം പറയുന്നു. അനേക രോഗങ്ങളും അനേകം ടെൻഷൻ, അനേകം സ്ട്രെസ് എന്നൊക്കെ പറയുന്ന ഫ്രസ്ട്രേഷൻ, നൈരാശ്യം, ഇതുകൊണ്ടെല്ലാമായിട്ട് മനസ്സിൻ്റെ പുകച്ചിൽ, മനസ്സിൻ്റെ ഉൾത്തിക്കൽ, ഇതുകൊണ്ടെല്ലാമായിട്ട് രോഗങ്ങൾ വരുന്നു. ഈ രോഗങ്ങളെല്ലാം മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനായി നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ രോഗങ്ങളെല്ലാം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സുപ്രസാദ കാലമാണ്, ഇന്ന് രക്ഷാ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 6-ന്റെ 1 മുതൽ. ഇത് നല്ല കാലമാണ്, നമുക്ക് ഓടി വന്ന് രക്ഷപ്പെടാം. ഈ പെട്ടകത്തിനകത്തേക്ക് ഓടി വന്ന് കയറാം. ഇപ്പോൾ പെട്ടകം തുറന്നിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുകയാണ്, വ്യർത്ഥമാക്കി കളയരുത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. ഇത് ഏറ്റവും പറ്റിയ ദിവസമാണ്. ഇപ്പോഴാകും സുപ്രസാദകാലം, പ്രസാദപൂർണമായ കാലം, ദൈവം കൃപ തരുന്നതായ കാലം. ഇപ്പോഴാകും സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവത്തിന് സ്തോത്രം. രക്ഷ നമുക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. രക്ഷ നമ്മുടെ ഇടയിലേക്ക് നമ്മെ തേടി വന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ തേടി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പുണ്യയാത്ര ചെയ്യുന്നവരായിരിക്കും, പുണ്യ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ടാകും.
പലരും അങ്ങനെ പോകുന്നുണ്ടല്ലോ. പോകട്ടെ, അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ പുണ്യസ്ഥലങ്ങൾ യെരൂശലേം സന്ദർശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ബേഥാന്യ സന്ദർശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ലാസറിൻ്റെ കല്ലറ സന്ദർശിക്കാൻ പോകുന്നു, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതിന് വിരോധമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഗോകുൽത്താ കുന്ന് സന്ദർശിക്കാൻ അങ്ങോട്ട് പോകണമെന്നില്ല, നിങ്ങൾ കാൽവരി സന്ദർശിക്കാൻ അങ്ങോട്ട് പോകണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ പായിൽ മുട്ടുമടക്കി, അല്ല വെറും നിലത്താണെങ്കിലും മുട്ടുമടക്കിയിട്ട്, കർത്താവേ, ഗോകുൽത്തായിലെ കുരിശിൽ തിരുഹൃദയം മുറിഞ്ഞ് എനിക്ക് വേണ്ടി തിരുഹൃദയം തുറന്ന്, നാഥനായ യേശുവേ, എനിക്ക് വേണ്ടി പഞ്ചമുറിവുകളേറ്റ് പിടയുന്ന യേശുവേ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ അരികിലേക്കൊന്ന് വരണമേ എന്ന് പറഞ്ഞാൽ ഗോകുൽത്താ നിങ്ങളുടെ അരികിലേക്ക് വരും. കാൽവറി മല നിങ്ങളുടെ അരികിലേക്ക് വരും. യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരും. യേശു ക്രിസ്തുവിന് ആരോടും മുഖപക്ഷമില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തു സ്നേഹിച്ച് നിങ്ങളെ കർത്താവ് വാത്സല്യത്തോടെ ചേർത്തുണയ്ക്കാൻ നോക്കുന്നു. നിങ്ങളിന്ന് ഈ സമയം നഷ്ടപ്പെടുത്താതെ വേഗം പെട്ടതിൽ കയറിക്കൊള്ളുവീൻ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ആ വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ഇത് നല്ല സമയമാണ്. ആർക്കും പ്രവർത്തിച്ചു വിടാത്ത രാത്രി വരുന്നു. വലിയൊരു മഴക്കാലം വരാൻ പോവുകയാണ്. വലിയൊരു ക്ഷീണകാലം വരാൻ പോവുകയാണ്. ആഹാരം സമ്പാദിക്കാൻ ഇറങ്ങാൻ പറ്റാത്ത കാലം വരാൻ പോവുകയാണ്. അന്ന് നിങ്ങൾ വിളിക്കും, പക്ഷേ ആരും ഉത്തരവില്ലാണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, പാറകളെ ഞങ്ങൾ മൂടുവീൻ, മലകളെ ഞങ്ങൾ മറപ്പീൻ എന്ന് പറഞ്ഞ് കരയും, പക്ഷേ അതിന് മറുപടി കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് നിലവിളിക്കും, പക്ഷേ നിലവിളി കേൾക്കാൻ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വിശുദ്ധ സഭയെയും കൂട്ടിക്കൊണ്ട് അങ്ങ് മധ്യാകാശത്തിലേക്ക് പറന്നു പോയി കഴിഞ്ഞിരിക്കും. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് മണവാട്ടിയെ തേടി പുറപ്പെട്ട ഏലിയാസാർ റിബേക്കയും കൊണ്ട് വരുമ്പോൾ, അപ്പോൾ റിബേക്ക ഇസ്ഹാക്കിൻ്റെ അരികിലേക്ക് വന്ന് ഇസ്ഹാക്കിനോട് കൂടെ വെളിമ്പ്രദേശത്ത് നിന്ന് ഇസ്ഹാക്കിൻ്റെ കൂടാരത്തിലേക്ക് കയറി പോയതുപോലെ ഈ ഏലിയാസാർ നമ്മെ ഓരോരുത്തരെയും, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് ഇസ്ഹാക്കിൻ്റെ കർത്താവ് യേശുവിൻ്റെ മണവാട്ടിയാകാൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് അന്ന് കർത്താവ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. കുറ്റബോധം കിട്ടുകയില്ല, പാവബോധം തരികയില്ല. ദൈവത്തിന് സ്തോത്രം. പാവബോധം വേണമെന്ന് ആഗ്രഹമുണ്ട്, അനുഭവിക്കാൻ സാധിക്കുകയില്ല. കല്ലിച്ചിരിക്കും ഹൃദയം. ഇന്നും അതുപോലെ കല്ലിച്ച ഹൃദയങ്ങളായിട്ടിരിക്കുന്നവരുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ പലരും കല്ലിച്ച ഹൃദയമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് ഒന്നും വയസ്സാത്തതുപോലെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ തകരാതിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉള്ളു മുറിയാതിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ സൗജന്യമായി ലഭിക്കുന്ന ജീവൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ താഴ്ത്തുവീൻ, തകർന്ന ഹൃദയത്തോടെ ദൈവത്തോട് അപേക്ഷിപ്പീൻ. കർത്താവേ, ഇന്ന് നല്ല കാലമാണ്. ഇന്ന് ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു പറഞ്ഞതുപോലെ ഇന്ന് ഞാനിതാ എനിക്കുള്ള ആഹാരം ഞാൻ സമ്പാദിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്വർഗീയ ആഹാരം എനിക്ക് തരണമേ. ഏതാണ് ഈ സ്വർഗീയ ആഹാരം? അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ജീവൻ്റെ അപ്പമാകുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവാണ് സ്വർഗീയ ആഹാരം. ഈ യേശുവിനെ നിങ്ങൾ പ്രാപിക്കുക. യേശുവിനെ നിങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കുക. യേശുവിനെ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾ സ്വന്തമാക്കുക. വിശ്വാസത്താൽ യേശുള്ളവരായി തീരുക. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഒരു പൈസയും മുടക്കണ്ട, നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ പ്രസംഗം കേൾക്കുകയല്ല, നിങ്ങൾ വലിയൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണെന്ന് വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്ന് വരുന്നുണ്ടെന്ന് വിശ്വസിക്കൂ. നിങ്ങളുടെ രോഗം കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഭാരം കണ്ടുകൊണ്ട്, നിങ്ങളുടെ വേദന കണ്ടുകൊണ്ട്, കുടുംബത്തിലെ അസ്വസ്ഥത കണ്ടുകൊണ്ട് യേശു നിങ്ങളെ തേടി വന്നിരിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ പറയണം യേശുവിനോട്, യേശുവേ, നീ എന്നെ കാണുന്നല്ലോ, എൻ്റെ ദയനീയസ്ഥിതി അറിയുന്നല്ലോ, എൻ്റെ വാസ്തവമായ സ്ഥിതി നീ കാണുന്നുണ്ടല്ലോ. കർത്താവേ, എന്നോട് നീ കരുണ തോന്നണമേ, എന്നോട് നീ ദയ കാണിക്കണമേ. ഇപ്പോൾ നാഥ, എൻ്റെ മേൽ തൃക്കരം ഒന്ന് വയ്ക്കണമേ. ഹല്ലേലൂയ. എൻ്റെ മേൽ തൃക്കരം ഒന്ന് വയ്ക്കണമേ. ആ തൃക്കരം എൻ്റെ മേൽ വെച്ച് എന്നെ ഒന്ന് ഉണർത്തണമേ. ഹല്ലേലൂയ. ആ തൃക്കരം എൻ്റെ മേൽ വെച്ച് എന്നെ ഉദ്ധരിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എന്നെ പാവച്ചെളിയിൽ നിന്ന് കോരി എടുക്കണമേ. കർത്താവേ, ദുഷ്ടതയുടെയും വഞ്ചനയുടെയും വഴികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ നീ എന്നെ ഉദ്ധരിക്കണമേ. കർത്താവേ, വിളിക്കൂ നിങ്ങൾ യേശുവിനെ, വിളിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ, എന്നെ തൊടാതെ നീ പോകല്ലേ. യേശുവേ, നീ ഇവിടെ വന്നിരിക്കുന്നല്ലോ, എന്നെ തൊടാതെ നീ പോകല്ലേ. എൻ്റെ രോഗത്തേക്ക് തൊടാതെ നീ പോകല്ലേ. എൻ്റെ ഭാരം മാറ്റാതെ നീ പോകല്ലേ. എൻ്റെ പ്രശ്നം മാറ്റാതെ നീ പോകല്ലേ. എൻ്റെ ആകുലം മാറ്റാതെ നീ പോകല്ലേ. യേശുവേ, ഒന്ന് നിൽക്കണേ, എൻ്റെ മേലിൻ്റെ കരം ഒന്ന് വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ വന്നിട്ടുണ്ട്. അവൻ ഏതൊരുൻ്റെയും പ്രാർത്ഥന കേൾക്കും. വാസ്തവമായി അന്വേഷിക്കുന്നവർക്ക് അവൻ തന്നെ വെളിപ്പെടുത്തും. വാസ്തവം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. വിശ്വസിക്കൂ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കളെ ഉയർത്തിയിരിക്കുന്ന
കാര്യങ്ങൾ ഇവിടുന്ന് കാണുന്നുവല്ലോ കർത്താവേ. അവിടുത്തെ പ്രിയ സൃഷ്ടിയായ ഈ മക്കൾ, അവിടുന്ന് രക്തം കൊടുത്ത് വീണ്ടെടുത്ത മക്കളാകുന്ന ഈ മക്കൾ ഓരോരുത്തരും കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവർ കാണുന്നുവല്ലോ. കരങ്ങളിൽ കയറി പിടിക്കണമേ, രോഗസൗഖ്യം നൽകണമേ, ഭാരങ്ങൾ മാറ്റണമേ, ആകുലങ്ങൾ നീക്കണമേ, ശാപങ്ങൾ മാറ്റണമേ, എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ, എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കളയണമേ. സമാധാന ദേശത്തേക്ക് പറന്നു വരുവാൻ എല്ലാവരും ഇരിക്കണമേ. അടുത്ത രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.